സ്വിഫ്റ്റ് വിൻഡോയുടെ ZAP സീരീസ് വിൻഡോ ആണിത്. ZAP എന്ന് പറയുന്നത് അലൂമിനിയം റെക്റ്റാങ്കിൾ ട്യൂബും അലൂമിനിയം റൗണ്ട് ട്യൂബും ഉള്ള മോഡലിനെയാണ് ZAP സീരീസ് എന്ന് പറയുന്നത്. ഈ വിൻഡോ എന്ന് പറയുന്നത് ഈ 2 മീറ്റർ ബൈ 1.40 മീറ്റർ ഹൈറ്റുള്ള വിൻഡോ ആണ്. സാധാരണ രീതിയിൽ ബെഡ്റൂം വിൻഡോ ആയിട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് റൂം വിൻഡോ ആയിട്ട് 4 പാളിക്ക് ഒരുപാട് എൻക്വയറി നമുക്ക് വരാറുണ്ട്. പക്ഷേ 4 പാളി വിൻഡോ എന്ന് പറയുമ്പോൾ ഈ 2 പാളികളും നമുക്ക് ഒരിക്കലും തന്നെ തുറക്കില്ല. 4 പാളി അവിടെ ചെയ്തു വെക്കും, എയർ സർക്കുലേഷന് വേണ്ടിയും വെളിച്ചം കയറാൻ വേണ്ടിയൊക്കെ നമ്മൾ തുറന്നു വെക്കും, ചെയ്തു വെക്കും. പക്ഷേ ആരും യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് കസ്റ്റമൈസ് ആയുള്ള ഇപ്പോൾ ഹോട്ടലുകളിലും കാര്യങ്ങളിലുള്ളൊരു മോഡൽ വിൻഡോ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. ഈ വിൻഡോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ഔട്ടർ ഫ്രെയിം, സ്വിഫ്റ്റ് പ്രൊഫൈൽ ഉപയോഗിച്ചുള്ള 1.5 ഔട്ടർ ഫ്രെയിമാണ് നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്നത്. അതുകൂടാതെ ഇതിൽ മൊസ്കിറ്റോ വിൻഡോ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. മൊസ്കിറ്റോ വിൻഡോ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഈ ഡിസൈൻ ആയതുകൊണ്ട് മരത്തിൻ്റെ വിൻഡോയ്ക്കും ഈ വിൻഡോയ്ക്കും മാത്രമേ മൊസ്കിറ്റോ വിൻഡോ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. വേറെ ഏത് വിൻഡോ ആണെങ്കിൽ പോലും മൊസ്കിറ്റോ വിൻഡോ അറ്റാച്ച് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ഔട്ടർ ഫ്രെയിം കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി ഭംഗി നഷ്ടപ്പെടും. ഇതിലുപയോഗിച്ചിരിക്കുന്ന ഷട്ടർ 1.85 mm തിക്നെസ്സുള്ള 3 കിലോ പ്രൊഫൈലാണ്. ഇതിൻ്റെ കോട്ടിങ് STL 1000 മണിക്കൂർ സാൾട്ട് ടെസ്റ്റ് പാസ്സായ പൗഡറാണ്. അലൂമിനിയം കമ്പി 1.85 തിക്നെസ്സാണ്. പിന്നെ 2810 റെക്റ്റാങ്കിൾ ട്യൂബ് 1.5 ട്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അലൂമിനിയം ആണ് എന്ന് കരുതി യാതൊരു രീതിയിലുള്ള സ്ട്രോങ്ങും കുറവില്ല. കാരണം ഇതിൻ്റെ ഡിവിഷൻ 200 കിലോ ലോഡ് പിടിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. ഇതിൽ ഓട്ടോ ലോക്കാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മൊസ്കിറ്റോ വിൻഡോ അറ്റാച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പൊടി പിടിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇത് ഊരിയെടുത്തിട്ട് നമുക്ക് പൊടി എല്ലാം വാഷ് ചെയ്തിട്ട് നമുക്ക് റീഫിറ്റ് ചെയ്യാൻ സാധിക്കും. മൊസ്കിറ്റോ വിൻഡോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1.5 mm പ്രൊഫൈലാണ്. അതുകൂടാതെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെഷ് 316, അത് 30-20 സൈസ് മെഷ് 316 ഗ്രേഡാണ്. 316ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഷിൽ ഉപ്പിനെ പ്രതിരോധിക്കുന്നത് 316 ഗ്രേഡാണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നൈലോൺ ബീഡിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏതാണ്ട് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് മെത്തേഡാണ് നമ്മൾ മൊസ്കിറ്റോ വിൻഡോയിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മൾക്ക് പൊടി കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് നമുക്ക് റീഫിറ്റ് ചെയ്യാൻ സാധിക്കും.